To the trailer launch and press meet of the movie ദേവദൂതൻ. 2000-ൽ പുറത്തിറങ്ങിയ ഒരു ദൃശ്യവിസ്മയം, എ മ്യൂസിക്കൽ കൾട്ട് ക്ലാസിക് മൂവി. ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവും എല്ലാം ഇഴചേർത്ത ത്രില്ലർ മൂവിയായിരുന്നു ദേവദൂതൻ. ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച ലെജൻഡറി ഡയറക്ടർ സിബി മലയിൽ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കുക. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാർ സാർ തുടങ്ങി വെച്ച ആദ്യ പടം മുതൽ തുടർച്ചയായിട്ടുള്ള 4 പടങ്ങളും ലാലേട്ടനെ വെച്ചുകൊണ്ടാണ്. സോ 40 years ഓഫ് ഫിലിം ജേർണി ലാലേട്ടൻ എത്തി നിൽക്കുമ്പോൾ 40 വർഷത്തിന് ശേഷം ലാലേട്ടന്റെ ആ മൂവി വീണ്ടും റീലോഞ്ച് ചെയ്യുകയാണ്. അതിന്റെ ഒരു ധന്യമായ നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. സോ ഏറെ ബഹുമാനപൂർവ്വം ദേവദൂതന്റെ പ്രൊഡ്യൂസർ സിയാർ കോക്കേഴ്സ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊമിക് കഥകളായിക്കോട്ടെ, പ്രണയ പശ്ചാത്തലമായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായി പുലർത്തുന്ന അവർ ഫേവറേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരിനെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളികളുടെ പാട്ട് സംസ്കാരത്തിന് പുതിയ ഭാവനകൾ തീർത്ത പ്രിയപ്പെട്ട കവി, ഗായകൻ, സംഗീത സംവിധായകൻ, ബഹുമാനപ്പെട്ട പത്മശ്രീ കൈതപുരം ദാമോദരൻ നമ്പൂതിരിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുച്ച് കുച്ച് ഹോത്താ ഹേ, ക്രിഷ്, റൗഡി റാവുത്തർ, ജയ്കോ തുടങ്ങിയ ഒരുപാട് ഹിറ്റ് സിനിമകളോടെ നമ്മുടെ ഏവരുടെ പ്രിയങ്കരനായി മാറിയ DOP സന്തോഷ് തുണ്ടേലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിനിമയുടെ സോളായ നിഖിൽ മഹേശ്വറിനെ അനശ്വരമാക്കി തീർത്ത നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ആക്ടർ വിനീത് കുമാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫൈനലി, ഒരു മനുഷ്യന് ഒരു ആത്മാവ് ഉണ്ടാകും. എന്നാൽ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിന് ആത്മാവ് ഉണ്ടാകണമെങ്കിൽ അത് ദേവദൂതനിലെ വിശാൽ കൃഷ്ണമൂർത്തിയെ ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കാൻ ലോക സിനിമയിലെ ഒരേ ഒരു നടന വിസ്മയം, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, ദ കംപ്ലീറ്റ് ആക്ടർ, വൺ ആൻഡ് ഓൺലി മോഹൻലാൽ. സോ നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ലാലേട്ടനെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. So, ladies and gentlemen, now we are moving on to our official ceremony. So, ആദ്യം തന്നെ ഞാൻ സ്വാഗത പ്രസംഗത്തിനായി ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഈ സിനിമയെ കുറിച്ച് ഏറ്റവും അനുയോജ്യമായി പറയാൻ സാധിക്കുന്ന ഒരാളെ തന്നെയാണ്. സോ ഏറെ ബഹുമാനപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു M. രഞ്ജിത്ത് സാർ. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കാരണം 24 വർഷത്തിന് ശേഷം ഒരു സിനിമ, അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ്. സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇതിനു മുമ്പ് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടും അന്ന് സ്ഫടികം എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ചിത്രമായിരുന്നു. അതേസമയം ദേവദൂതൻ എന്ന് പറയുന്നത് എല്ലാ വിധത്തിലും ശ്രദ്ധിക്കപ്പെടുകയും അന്ന് കൊമേഴ്സ്യലായി മാത്രം സക്സസ് ആകാതെ പോയൊരു സിനിമയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും വളരെ വലിയ വലിയ ആളുകളാണ്. അങ്ങനെ ഒരു സിനിമ
ചെറുപ്പക്കാർ മുതൽ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇത് ഒരാഘോഷമാക്കി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ച് ഒരു റിലീസ് ആലോചിക്കുന്നത്. 42 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ദേവദൂതൻ. എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത്, ഈ സ്വപ്നം നെയ്തെടുത്തത്. പക്ഷേ ഞങ്ങൾക്കിന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് ചിറക് മുളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ്. സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ, വിദ്യാസാഗർ, സന്തോഷ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ, എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. 85-ൽ ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് മിസ്റ്റർ മോഹൻലാൽ. വളരെയധികം നാളുകൾ സഞ്ചരിച്ച് കുറേ നല്ല സിനിമകളുണ്ടായി. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലോ എൻ്റെ സിബി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെയോ ഡയറക്ടറായിട്ടുള്ള സുഹൃത്തിൻ്റെയോ രഘുനാഥ് പലേരിയുടെ എല്ലാത്തിൻ്റെയും ഒരു ആശയം, ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് പലപ്പോഴായിട്ട് ഇതിൻ്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫിയും വസ്ത്രാലങ്കാരവും SP സതീഷിനെ നേരത്തെ പറഞ്ഞില്ല, SP സതീഷിന് ഇപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക്, എൻ്റെ മകളുടെ ഒരു ടീമുണ്ട്, അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് 4K ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേർഷൻ. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, അതായത് ഇത് കഴിഞ്ഞു, എല്ലാ 4K റെസൊല്യൂഷനിലൊക്കെ ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേർഷൻ ഞങ്ങൾ കണ്ടപ്പോൾ എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള, അതായത് അതാണ് അതിൻ്റെ കാതൽ. ദേവദൂതൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാതൽ ഇപ്പോഴുണ്ട്. അന്നുണ്ടായിരുന്നില്ല എന്നല്ല, ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഡിഫറെൻറ്റ് ദേവദൂതൻ. അതിൽ 24 വർഷത്തിന് മുമ്പ് ഒക്കെ ആണെങ്കിലും എൻ്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പോൾ ഉള്ളതിനും സൗന്ദര്യത്തിലാണ് അതിലിരിക്കുന്നത്. ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയില്ല. കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന 2-3 സിനിമകളാണ് ദശരഥവും പിന്നെ ശിവ് സാർ ചെയ്ത വേറെ മറ്റേ MT സാറിൻ്റെ ഒരു സിനിമയും ഈ സിനിമയുമൊക്കെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു 10-20 വർഷമോടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൂതൻ എന്ന ചിത്രം. വളരെ ആദരവോടുകൂടി ഞാൻ സിയാദിനോടും സിബിയോടും നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് ദേവദൂതൻ. മനസ്സിൽ കണ്ടതിനും അപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി. അതിന് കൂടെ നിന്ന ആളാണ് സിയാദ് കോക്ക. ഇതിൽ പങ്കെടുത്ത അതിനു വേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ നിറങ്ങൾ വാരി വിതറിയത്. ഈ സിനിമ
ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഒരു ഡിറ്റാച്ച് ആയി നിന്നിരുന്നു. അത് എനിക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാവകാശമാണ് ഈ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടത് ഇഷ്ടംപോലെ വരാറുണ്ട്. ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടിയൊക്കെ എഴുതാറുണ്ട്. എന്നോട് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു, ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്, നിങ്ങൾ വരാൻ വൈകിപ്പോയതാണ് പറഞ്ഞു. അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ, കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കാലം തെറ്റി നമുക്ക് മുമ്പിൽ ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇനി കാലം തെറ്റിയ സിനിമ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? നമ്മളൊക്കെ പിന്നെയും പോകണ്ടേ? കാലം തെറ്റിയതൊന്നുമല്ല, എവിടെയോ ആർക്കോ ആരോടോ പറയാനെന്ന് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് വന്നത്. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. 100% നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാണ്, എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ്. ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അന്ന് ഈ മൂവിക്ക് എന്നെ വിളിക്കാൻ, ഇത്ര വലിയൊരു മൂവി എന്നെ ഏൽപ്പിക്കാനായിട്ട് സന്മനസ് കാണിച്ച സിബി സാറിനും സിയാദിക്കായി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അന്ന് നന്ദി പറയാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ നന്ദി പറയുകയാണ്. കാരണം അതിന് ശേഷമാണ് ഈ സിനിമയുടെ ഇത് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാൻ പ്രസംഗങ്ങളൊന്നുമില്ല, 2 ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ചെറിയ സംഭവം മാത്രം പറയുകയാണ് ഈ ഫിലിമിനെ കുറിച്ച്. അതായത് ഇതിലെ ഒരു കടൽ തീരത്ത് ഒരു ഏർലി മോർണിംഗ് സീൻ എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാനും സിബി സാറും ഒരു വണ്ടിയിൽ ഇറങ്ങുന്നു. ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. യൂണിറ്റുകാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് യാത്രയാണ്. ഏത് ബീച്ചാന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് യാത്ര ചെയ്താൽ പോകുന്നത്, ഒരു 45 മിനിറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, ആലപ്പുഴയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഞാനും സിബി സാറും കൂടെ അവിടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ലാൽ സാർ അവിടെ ഓൾറെഡി വണ്ടിയിൽ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ബോംബെ വെച്ചാണ്. വക്ത് എന്ന് പറയുന്ന ഒരു ഹിന്ദി ഫിലിം ഞാൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഞാനും ഡയറക്ടറും ചെന്നിറങ്ങുമ്പോൾ ഓൾറെഡി അവിടെ നിൽക്കുകയാണ്, എൻ്റെ സീൻ എവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പം അതെൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ ലിജൻസ് ആകുന്നത് എന്നുള്ളൊരു സംഭവം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു. വേദിയിലും സാസിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത്, ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നതും സിബി സാറാണ്, ദേവദൂതൻ. വളരെയധികം സന്തോഷത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലേട്ടൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടും അത് കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബി സാർ പറഞ്ഞു തരുന്നത്. അതുവരെയും എനിക്കറിയില്ല, ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്തത് സന്തോഷമൊക്കെ അന്ന് തന്നെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറേ ഘടകങ്ങളാണ്. ദേവദൂതൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രഞ്ജിയേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ്. കാരണം നിനക്ക് പിടിച്ചാൽ ഒരു സോങ്, അങ്ങനെ ഒരു പാട്ടിൻ്റെ ഭാഗമാവുക ദാസേട്ടൻ്റെ ശബ്ദത്തിൽ, കൈതപ്പുറം സാറിൻ്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത ആ ഒരു പാട്ടിൻ്റെ ഭാഗമായിട്ട്
അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. Next we are moving on to the date announcement ceremony-യിലേക്കാണ് ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ അതിനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ, സിബി മലയിൽ സാർ ആൻഡ് സിയാദ് കോക്ക സാർ. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ 3 വിശിഷ്ട വ്യക്തികളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So, ladies and gentlemen, ഈ ഒരു സ്പ്ലെൻഡിഡ് മാഗ്നിഫിഷ്യൻറ്റ് മൂവി എന്നാണ് തിയേറ്ററിൽ എത്തുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. സോ റെഡി, 1, 2, 3, go! Actor Vineet Kumar, costume designer SB Sadishan, ആ ഇയറിലെ ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനറിനുള്ള സ്റ്റേറ്റ് അവാർഡും കരസ്ഥമാക്കിയ അതുല്യ പ്രതിഭയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരി,